ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. വലിയ നോട്ടുകൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ കള്ളപ്പണത്തിനും കള്ളനോട്ടിനുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് 2 ആഴ്ചയായി. ഈ 2 ആഴ്ചയിൽ എത്രത്തോളം കള്ളപ്പണം ഇല്ലാതായി എന്നത് സംബന്ധിച്ച് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത ദുരിതം ദിനം തോറും ഏറി വരുന്നു. തോട്ടം തൊഴിലാളി മേഖലയും മത്സ്യത്തൊഴിലാളി മേഖലയും ഏതാണ്ട് പൂർണ്ണ വറുതിയിൽ ആയിക്കഴിഞ്ഞു. ആ ദുരിത ജീവിതത്തിൻ്റെ നേർചിത്രങ്ങളാണ് ഇക്കുറി ബിയോണ്ട് ദ ഹെഡ്ലൈൻസിൽ ആദ്യം. കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള തീരദേശവാസികൾ ജീവിക്കുന്നത് കടലിന്റെ കാരുണ്യത്തെ ആശ്രയിച്ചാണ്. കടൽ തിരമാലകളെ മെരുക്കി കടലിൽ പോയി ഇവർ തേടുന്നത് കുടുംബത്തേക്കുള്ള അന്നമാണ്. ഇവർ കൊണ്ടുവരുന്ന മീൻ വാങ്ങാൻ ജനങ്ങളുടെ കൈവശം പണമില്ലാതായതോടെ തീരദേശ ജീവിതമാകെ സങ്കടക്കടലിലായി. ഒരു കുടുംബം അങ്ങനെ കഴിയും. മേലൊക്കെ പോകാൻ ആളില്ല. പിന്നെ ഞങ്ങൾ ഈ വള്ളക്കാർക്ക് വാരിക്കൊണ്ട് വരുന്നതിന് വിലയുമില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഈ കടപ്പുറം തന്നെയായി ഞങ്ങളെ മേളിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ദാരിദ്ര്യരേഖക്ക് മേളി. ഞാൻ കാര്യം പറയുകയാണ്. ഞാൻ ഒന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാൻ ഒരു ബക്കറ്റ് മീൻ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകും. 500 രൂപക്കൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കും. എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ 200 രൂപ ഇപ്പം അത് കിട്ടുന്നത്. എല്ലാവരും 500 രൂപ നോട്ടാണ് വലിച്ചെടുക്കുന്നത്. ഈ 500 രൂപ എടുത്തു കഴിഞ്ഞാൽ അതിന് ചില്ലറ കൊടുക്കാനൊന്നും വലുതായിട്ട് കിട്ടുന്നില്ല. വലിയ കഷ്ടത്തിനിടയായി. ഞങ്ങളാണ് പണി ചെയ്തിട്ടാണ് 10 പൈസ കിട്ടുന്നില്ല. വെറുതെ വണ്ടിക്കാരന് ഇത് കൊടുക്കാവുന്നല്ലാണ്ട് ഫലമില്ല. അവർ 500 രൂപ 1000-ൻ്റെയൊക്കെയാണ് വരുന്നത്. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല അരി മേടിക്കാനായിട്ട്. 3 മണി രാത്രിക്ക് പോകുന്നതാണ്. 60 രൂപയിൽ 1 ലിറ്റർ മണ്ണെണ്ണ പോയി 10 വട്ടം കൊണ്ടുവന്നതിന് വിലയില്ല. ഈ പണം വന്നത് ഒരു ഫലവുമില്ല മത്സ്യത്തോടേക്ക്. അവരിപ്പോൾ അന്ന് കഴിയാനുള്ള സാമ്പത്തികമാണ് ഇത് കിട്ടുന്നത്. മീൻ കൊണ്ടുവന്നാൽ വെറുതെ ആർക്കും വേണ്ട. ഞങ്ങൾ 500-ൻ്റെ 1000-ൻ്റെ നോട്ട് ഞങ്ങൾ എടുക്കുന്നില്ല. പിന്നെ കമ്മീഷക്കാരാണെങ്കിൽ ഇതും കൊണ്ട് നടക്കുക. പിന്നെ ഞങ്ങളെന്ത് ചെയ്യാനാണ്? അത് കാരണം വള്ളക്കാരൊന്നും പോകുന്നത് ഒന്നുമില്ല. ചില്ലറ കച്ചവടക്കാർക്ക് കിട്ടുന്നത് പഴയ നോട്ടുകൾ തന്നെയാണ്. മാറാൻ വഴിയില്ലെങ്കിലും നിവർത്തികേടുകൊണ്ട് പലപ്പോഴും ഇത് വാങ്ങേണ്ടി വരുന്നു. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ അക്കൗണ്ടുള്ളവർക്ക് ഇത് കൈമാറാൻ ശ്രമിക്കുന്നു. പക്ഷേ മാറ്റിയെടുക്കുവാൻ ബാങ്കിൽ ക്യൂ നിൽക്കുമ്പോൾ ഇവർക്ക് നഷ്ടമാകുന്നത് തൊഴിൽ ദിനങ്ങളാണ്. ഒരു മാസം നയിച്ച പൈസയാണിത്. ഇത് മാറണമെങ്കിൽ ഇനി ഞാനൊരു ദിവസം ലീവ് എടുത്തിട്ട് ബാങ്കിന് മുന്നിൽ നിൽക്കണം. 12 ദിവസം കഴിഞ്ഞു ഞങ്ങൾ പണിക്ക് പോയി വന്നിട്ട്. ഇവിടെ കരയിൽ വന്നപ്പോഴാണ് നോട്ട് ഇങ്ങനെ എടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ ബോട്ട് പണിക്ക് പോകണം. അങ്ങനെ പണിക്കും പോകുന്ന അവസരത്തിൽ ഈ പൈസ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അക്കൗണ്ടൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സമയത്താണ് അറിയാൻ പറ്റിയത് 2000 രൂപ മാത്രമേ അവിടെ നിന്ന് മാറി കിട്ടുകയുള്ളൂ. അപ്പം മൊത്തം കിട്ടിയ കാശ് അത് തന്നെ പണി വളരെ മോശമാണ്. എന്നിരുന്നാലും കിട്ടിയ കാശ് ചേഞ്ച് ചെയ്യാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. നമ്മൾ മിച്ചം വെച്ച് സാധനവും ഇപ്പം അതെടുക്കാൻ പറ്റില്ല. സർക്കാരിന്റെ ഭാഗത്ത് നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സമ്പത്ത് കുറച്ച് ഉള്ളൂ, അതെടുക്കാൻ പറ്റണില്ല. ഇപ്പൊ ഒരു 3000 ഉറുപ്പിക മീൻ നമുക്ക് ഒരു ഉദ്ദേശം ഉണ്ടാവണമെന്ന് വെച്ചാല് നമുക്ക് കിട്ടണ ഒരു 1500 1600 ഉറുപ്പിക കൂടി കിട്ടൂല. അത് തരുന്നത് 3 500-ൻ്റെ നോട്ടാണ് തരിക. അല്ലെങ്കിൽ ഒരു 1000-ൻ്റെ ഒരു 500-ൻ്റെ ഒരു 100-ൻ്റെ നോട്ടാണ് തരിക. ഇത് 5 ആൾ 6 ആളുണ്ടാവും ഒരു വഞ്ചുന്നത്. ഈ 5 ആൾക്ക് കൊണ്ട് 5 ആൾക്ക് ഇത് മാറിയിട്ട് ഇത് എവിടെ പോയി മാറി മേടിക്കുക? അതിന് വരെയും കണ്ടീഷൻ ഇല്ല. കച്ചവടക്കാർക്ക് ചേഞ്ച് കിട്ടാൻ തരല്ല. സാധാരണക്കാർക്ക് ബാങ്കിൽ പോയി ക്യൂ നിന്നിട്ട് വൈകുന്നേരം വരെ നിന്നിട്ട് പൈസ കിട്ടാൻ തരല്ല. ഉച്ചയാകുമ്പോഴേക്കും പൈസ തീർന്നു പറഞ്ഞിട്ട് ബാങ്കുകാർ തിരിച്ചയക്കണം. വള്ളത്തിൽ കടലിൽ പോയി മീൻ പിടിച്ച് ജീവിക്കുന്നവർ ഏറെ ദുരിതത്തിലാണ്. ഓരോ ദിവസവും കടലിൽ പോയി ജീവിക്കുന്ന ഇവരുടെ അധ്വാനം മീനിന് വില കിട്ടാതെ പാഴാവുകയാണ്. പഴയ നോട്ടുകൾ നൽകുന്നവർക്കും നിവൃത്തിയില്ലായ്മ കൊണ്ട് ഇവർ മീൻ വിൽക്കുന്നു. പക്ഷേ ഇത് മാറിക്കിട്ടാൻ ഇവർക്കുള്ള കഷ്ടപ്പാട് ചെറുതല്ല. നിത്യജീവിതത്തിൽ ഇവർ നേരിടുന്ന പ്രതിസന്ധികൾ നിരവധിയാണ്. നിത്യനിദാനത്തിനുള്ള വക പോലും പലപ്പോഴും കിട്ടുന്നില്ല. കടയിൽ ചെന്നാൽ 100 രൂപയുടെ സാധനമാണ്, ബാക്കിയില്ല. ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടായിരുന്നു. മത്സ്യത്തൊഴിലാളിന്നറിയാലോ, പട്ടിണി പാവങ്ങളാണ്. 12-15 ദിവസങ്ങൾ കഴിഞ്ഞ് കരയിൽ വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ ഭയങ്കരമായ ഒരു ദുരനുഭവമാണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് കാരണം നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കഷ്ടപ്പെട്ട് ഷാപ്പിലോട്ട് ചെല്ലുമ്പോൾ 500 രൂപ കൊണ്ട് ചെല്ലുമ്പോഴേ അതിന് മൊത്തം കുടിക്കാമെങ്കിൽ എടുക്കാമെന്ന് പറയും. അത് കാരണം എങ്ങും പോകുന്നില്ല ഞങ്ങൾ.
തോട്ടം തൊഴിലാളികളാണ് ഏറെ ദുരിതത്തിലായ മറ്റൊരു വിഭാഗം. ഇടുക്കിയിലും വയനാട്ടിലും ഇത് പ്രകടമാണ്. ആഴ്ച അവസാനം കൂലി കിട്ടിയിരുന്ന തോട്ടം തൊഴിലാളികൾക്ക് മിക്കയിടത്തും ഈ ശനിയാഴ്ച കൂലി കിട്ടിയില്ല. അക്കൗണ്ടിലേക്കിട്ട തുകയാവട്ടെ പിൻവലിക്കാനും കഴിഞ്ഞില്ല. അതായത് ഇപ്പോൾ ഇവിടെ ഈ എസ്റ്റേറ്റ് ഇപ്പോൾ 16 കൊല്ലമായിട്ട് പൂട്ടിയിട്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ തൊഴിലാളികളെല്ലാം മറ്റ് പല എസ്റ്റേറ്റുകളിലുമാണ് പണിക്ക് പോകുന്നത്. അവിടെ ഇപ്പോൾ 2000 രൂപയ്ക്ക് പണിയുകയാണെങ്കിൽ ചില്ലറയായിട്ട് 300 രൂപയെ കിട്ടത്തുള്ളൂ. ഒരാഴ്ച പണിതാ 300 രൂപയായിട്ട് ഈ നോട്ട് പുതിയത് ഇറങ്ങിയേണ്ട അവർക്ക് മാറാൻ പറ്റുന്നില്ല. പിന്നെ തൊഴിലാളികളുടെ അക്കൗണ്ട് അവർ ഇത് ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ അവർ മേടിച്ച് അതേ കയറ്റി വിട്ടാലും നമുക്കും പോയി എടുക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസത്തെ പണി മെനക്കെട്ടാ ഞങ്ങൾ ATM-ന് അവിടെ പൈസ എടുക്കാൻ പോയി ക്യൂ നിൽക്കുന്നത്. പക്ഷെ അവിടെ പോയാൽ പൈസ എടുക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ചിലപ്പം പൈസ തീർന്നു പോകും, ഇല്ലെങ്കിൽ പൈസ ഇല്ലെന്ന് നമ്മൾ തിരിച്ചു വരും. ബാങ്കിൽ പോവാണെങ്കിൽ ഒരു പ്രാവശ്യമേ എടുക്കാൻ പറ്റത്തുള്ളൂ, പിന്നെ എടുക്കാൻ പറ്റത്തില്ലെന്ന് അവര് നിർബന്ധം പറയുക. 34 കൊല്ലമായി ഞങ്ങളെ എസ്റ്റേറ്റ് പണിയെടുക്കണം, ഞാൻ എടുക്കണം. എൻ്റെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ബാങ്ക് പോകുക, ശമ്പളം വാങ്ങുക, വരിക, അതൊന്നും ഉണ്ടായിട്ടില്ല. ഞായറാഴ്ച 10 മണിക്ക് പോയിട്ട് 1:30 മണി 2 മണി വരെ വരികയും ഇല്ല. കൂലി ഞങ്ങൾക്ക് 10-ാം തീയതി, എല്ലാ 10-ാം തീയതിയും ഞങ്ങൾക്ക് കൂലി കിട്ടണതാണ്. 10-ാം തീയതി കിട്ടേണ്ട കൂലി ഇന്ന് ദിവസം എത്രയായി? ഒരു മാസത്തെ ശമ്പളം വാങ്ങാൻ 20-25 ദിവസത്തെ ശമ്പളം വാങ്ങാൻ 5 ദിവസത്തെ ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശമ്പളം വാങ്ങാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് ഞാൻ ബാങ്കിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി ഈ ഫാമിലി പെൻഷൻ ഇച്ചിരി പൈസ കിട്ടാനുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ക്യൂ നിൽക്കിയ ആൾക്കാർ ഉച്ച വരെ ഞങ്ങളും നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി അവിടെ മാനേജരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പൈസ ഇല്ല ATM-ൽ വയ്ക്കാൻ, പൈസ വന്നു കഴിഞ്ഞിട്ട് ATM-ൽ നിന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ചു വന്നേ. അപ്പം നാളെയും പോകണം. അപ്പം ഇങ്ങനെ 2-3 ദിവസം പണിയും മെനക്കെട്ടാണ് ബാങ്കിൽ ചെല്ലുന്നത്. ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ വഴിയില്ലാതായ വലിയൊരു വിഭാഗം ജനങ്ങളുടെ അവസ്ഥയാണ് ഇത്. രാജ്യത്തിൻ്റെ സുന്ദരഭാവിയെക്കുറിച്ച് വാതോരാതെ പറയുന്നവർ ഇവരുടെ കഠിന വർത്തമാനത്തിന് പോംവഴികൾ ഒന്നും നിർദ്ദേശിക്കുന്നില്ല. ശമ്പളം കിട്ടുമ്പോൾ തീർക്കുവാനുള്ള കടങ്ങളൊന്നും തീർക്കുവാൻ കഴിയുന്നില്ല. ചിട്ടി, നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്ന ചെറുകിട കടകൾ, എന്തിന് പാല് വാങ്ങുന്നിടത്തുപോലും പണം കൊടുക്കുവാൻ കഴിയാതെ വലയുകയാണിവർ. ചെറുകിട തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ സ്ഥിതിയാണ് ഏറെ കഷ്ടം. ഞങ്ങൾക്ക് മാസത്തിൽ ഒരു 7-ാം തീയതി 14-ാം തീയതി ഒക്കെയാണ് ശമ്പളം കിട്ടുന്നത്. അതിപ്പോൾ ബാങ്കിലേക്ക് ആക്കണം. ഈ നോട്ടിൻ്റെ പ്രശ്നം പറഞ്ഞ് മാസ്റ്റോളിൽ നിന്ന് ബാങ്കിലേക്ക് ഞങ്ങൾ ബാങ്ക് പാസ്ബുക്കിൻ്റെ അക്കൗണ്ട് നമ്പർ വാങ്ങി അതിലേക്കാക്കി. നിരവധി പേർക്ക് ഇന്നും പൈസ കിട്ടാനാണ്. ബാങ്കിലേക്ക് ഇവിടുന്ന് കാട്ടിൽ വന്ന് ബാങ്കിലേക്ക് ഞങ്ങൾ പണി കളഞ്ഞ് പോയി പൈസ 2000 രൂപ കിട്ടിയ ആ ഒരു വ്യക്തിക്ക് 6000-7000 രൂപ മാസം ഞങ്ങൾക്ക് കൊടുക്കാനുള്ള, ഭക്ഷണം വാങ്ങിയതിൻ്റെ ചിട്ടി പിടിച്ചതിൻ്റെ ഒക്കെ ഞങ്ങൾ കൊടുക്കാനുള്ളവർ ഞങ്ങളെ ചീത്ത വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ரொம்ப கஷ்டம். ஆளுங்க ஆஸ்பத்திரிக்கு போகிறதுக்கு, பிள்ளைங்களை ஆஸ்பத்திரிக்கு கூட்டு போகிறதுக்கு ரொம்ப கஷ்டம். ஏன்னா இந்த கம்பெனியில் வேலை செய்கிற பைசா 10-ஆம் தேதி சம்பளத்தை எதிர்பார்த்து தான் மக்கள் எல்லாம் எதிர்பார்ப்பில் இருக்கிறாங்க. பிள்ளைங்களுக்கு ஃபீஸ் கட்டணும்னா 11-ஆம் தேதி எல்லாரும் போய் ஃபீஸ் கட்ட வேண்டியது. ஒரு பிள்ளைங்களுக்கு ஸ்கூலுக்கு ஃபீஸ் கட்டலை, அங்கேருந்து பிரச்சனை. என்னன்னு கேட்டிங்கன்னா இப்போ பணம் 500 ரூபா நோட்டு நம்ம கையில் இல்லை. பெரிய பெரிய பணக்காரங்க கையில் தான் இருக்குது, நம்ம கையில் இல்லை. நம்ம பாவப்பட்டவங்க அவஸ்தைப்பட்டது இந்த பாவப்பட்ட 5 തൊഴിലാളി மக்களுக்கு ரொம்ப அவஸ்தை. இப்போ ഇങ്ങനെ ഒരുവിധം തരാന്ന് പറഞ്ഞ് കടക്കാരോട് കടം മേടിക്കുക. കടയിൽ കൊണ്ടുപോയി കൊടുക്കുക. 2000 രൂപ കൊടുത്തിച്ചിട്ട് സാധനം മേടിക്കാന്ന് വെച്ചാൽ അവര് 1000 രൂപയ്ക്ക് സാധനം മേടിച്ചാൽ 1000 രൂപ തിരിച്ചു തരാനായിട്ടില്ല. 100-500 രൂപകളാണ് ഇപ്പം തരുന്നത് പഴയ നോട്ട്. അതുകൊണ്ട് നമ്മൾ ബാങ്കിൽ ചെല്ലുവാണെങ്കിൽ ഒന്നീ അക്കൗണ്ടിൽ ഇടണം, അല്ലെങ്കിൽ അവർ നിന്ന് 2 ദിവസം കഴിഞ്ഞിട്ടേ ആ കാശ് നമുക്ക് തരുന്നുള്ളൂ. അപ്പോൾ ഈ അരി മേടിക്കണമെങ്കിലും പച്ചക്കറിയോ പലചരക്ക് സാധനങ്ങൾ മേടിക്കണമെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൻകിടക്കാരായ കള്ളപ്പണക്കാരെ ലക്ഷ്യം വെച്ചാണ് നോട്ട് പിൻവലിക്കാൻ തീരുമാനിച്ചതെന്ന് പ്രധാനമന്ത്രിയും സംഘവും ആവർത്തിക്കുമ്പോഴും നിത്യവൃത്തിക്ക് വകയില്ലാതായത് സമൂഹത്തിന്റെ ഏറ്റവും താഴത്തെ ശ്രേണിയിലുള്ളവർക്കാണ്. ഇവർക്കായി താൽക്കാലികമായ പരിഹാരമാർഗങ്ങൾ പോലും എവിടെയും കേൾക്കാനുമില്ല. ഇപ്പോൾ അന്വേഷണവും സത്യത്തിൽ എനിക്ക് സംശയമാണ്, ബലത്തെ സംശയം നിൽക്കുക. കൊല ചെയ്യപ്പെട്ട മകൾക്ക് നീതി തേടി അലയുന്ന ഒരച്ഛൻ്റെ സങ്കടമാണ് ഇനി. കൊല്ലത്തെ വിജയലക്ഷ്മി കൊല്ലപ്പെട്ടിട്ട് 10 വർഷം പൂർത്തിയായി. പക്ഷേ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല.
പെരുമ്പാവൂരിലെ ജിഷ കേസിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ കൊല്ലത്തെ വിജയലക്ഷ്മിയുടെ കഥ ഒരിക്കൽ കൂടി പറയുകയാണ്. 2006 ഡിസംബർ 22-നാണ് കൊല്ലം ഐവർക്കാല സ്വദേശിനി വിജയലക്ഷ്മി കൊല്ലപ്പെട്ടത്. കാഷ്യൂ ഫാക്ടറിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങിയ വിജയലക്ഷ്മി പക്ഷേ വീട്ടിലെത്തിയില്ല. രാവിലെ ഞങ്ങൾ രണ്ടും കൂടെ ഇവിടുന്ന് കമ്പനി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കമ്പനി പണിയും കഴിഞ്ഞ് ഒരു 5:30 ആയപ്പോൾ ഞങ്ങളുടെ ജോലി തീർന്ന് ഞാനങ്ങ് പുത്തൂർ പോയി. അവൾ ഇങ്ങോട്ട് പോരാനൊരുങ്ങി പോരുന്ന കണ്ടുകൊണ്ട് ഞാനങ്ങ് പുത്തൂർ ചെന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അങ്ങ് പോയിട്ട് വന്ന് ഇവിടെ വരുമ്പം അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു, കൊച്ചിഞ്ഞ് വന്നോന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു വന്നില്ലെന്ന്. അപ്പോൾ മുതൽ ഞങ്ങൾ അന്വേഷണം നടത്തി. കാണാത്തതുകൊണ്ട് 8-9 മണിക്കകത്ത് ഞങ്ങൾ ഇവിടുന്ന് ശാസ്താംകോട്ട പോലീസിൽ പോയി പരാതി കൊടുത്തു. എന്നിട്ട് സംശയമുള്ള ഭാഗങ്ങളിലെല്ലാം പോലീസിനെ കൊണ്ടുപോയി അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തു. ഡിസംബർ 23-ന് വിജയലക്ഷ്മിയുടെ മൃതശരീരം കണ്ടെത്തി. വീടിന് സമീപത്തുള്ള കട്ടച്ചൂളയിലെ കുളത്തിൽ ചാക്കിൽ കെട്ടി താഴ്ത്തിയ നിലയിലായിരുന്നു മൃതശരീരം. ബോഡി ഞാനിവിടാണ് പിടിച്ചു കയറ്റിയത്. ബോഡി പിടിച്ചു കൊണ്ടുവന്നപ്പോൾ വെയിറ്റ് കൂട്ടില്ല. അങ്ങനെ അടുത്ത് നിന്ന ആളെന്നോട് പറഞ്ഞു, ആ ആൾ മരിച്ചുപോയി, അങ്ങോട്ട് പിടിക്കാൻ പറഞ്ഞു. ഞാനിവിടാണ് പിടിച്ച് കരയ്ക്ക് കയറ്റിയത്. പോസ്റ്റ്മോർട്ടം പ്രകാരം വിജയലക്ഷ്മി ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നു. ആഴത്തിലുള്ള 9 മുറിവുകളുണ്ടായിരുന്നു ശരീരത്തിൽ. മൃതശരീരം കണ്ടെത്തി മണിക്കൂറുകൾക്കകം ശാസ്താംകോട്ട പോലീസ് കട്ടച്ചൂളയിലെ 10 ഇതര സംസ്ഥാന തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തു. ഡോഗ് സ്ക്വാഡ് അടക്കം പരിശോധന നടത്തിയെങ്കിലും ഒരു തെളിവും അന്ന് കണ്ടെത്താനായില്ല. പക്ഷേ പ്രതികളെന്നാരോപിച്ച് 10 പേരെ കസ്റ്റഡിയിലെടുത്തതിന് തൊട്ടടുത്ത ദിവസം കുളത്തിന് തൊട്ടരികിൽ നിന്നും ചെരുപ്പുകളും കവറുകളും കണ്ടെത്തി. ഞാൻ ഇവിടുന്ന് പോത്തനംതിട്ടം ചെല്ലുമ്പോഴേ കാണുന്ന കാഴ്ച എന്ന് പറയുന്ന വലത്തെ സൈഡിൽ അങ്ങോട്ട് പോകുന്ന വലത്തെ സൈഡിൽ ഇരിക്കുന്നു ഒരു ചെരുപ്പ്. പിന്നെ അതിൻ്റെ ഇടത്തേപ്പുണ്ട് ഒരു ചെരുപ്പ്. അത് മറ്റേ വലത്തേപ്പുറത്തിരിക്കുന്നത് പാണ്ടിത്തൊട്ടാവിടെ പുറത്ത്, ഇടത്തേപ്പുറത്തിരിക്കുന്നത് പഞ്ചത്തിൻ്റെ പുറത്ത് വഴിയുടെ. ഇത് ഞാൻ കണ്ടതാണ്. 10 ബംഗാളികളും പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുമ്പോൾ എൻ്റെ മകൾ ധരിച്ചിരുന്ന പാദരക്ഷയും കമ്പനിയിൽ കൊണ്ടുപോകാനുള്ള കവറും ഈ ചൂളയുടെ കിഴക്കപ്പുറത്തെ ബണ്ട് റോഡിൻ്റെ ഈ സംഭവ സ്ഥലത്തിനോട് ചേർന്ന് 2 സൈഡുകളിലായിട്ട് ഓരോ ചെരുപ്പ് വയ്ക്കുകയും പിന്നെ പടിഞ്ഞാറേ സൈഡിലിരുന്ന ചെരുപ്പിന് താഴെ ഈ കവറും വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആവശ്യമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഈ 10 ബംഗാളികളും ഷൂറിനാട് പോലീസ് സ്റ്റേഷനിലും കിടക്കുക. അപ്പോൾ ഈ സാധനം ഇവിടെ കൊണ്ടുവയ്ക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റാരും ഉണ്ടല്ലോ. പ്രതികൾ കസ്റ്റഡിയിലിരിക്കെ തൊണ്ടിമുതലുകളിലൊന്ന് എങ്ങനെ അവിടെ എത്തിയെന്ന ചോദ്യത്തിന് കൊല്ലം ജില്ലാ കോടതിയിലോ ഹൈക്കോടതിയിലോ പ്രോസിക്യൂഷന് മറുപടി നൽകാനായില്ല. അതേസമയത്ത് സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത ചാക്ക്, സംഭവ സ്ഥലത്ത് കണ്ടെടുത്ത കട്ട, ഇതെല്ലാം തന്നെ ആ ബ്രിക്കിൽ നിന്ന് ആ ചൂളയിലെ ഉടമയുടേതാണെന്ന് കടന്നു വരുന്നുണ്ട്. ഉടമ അവിടെ ഉണ്ടായെന്നും ആ പെൺകുട്ടിയെ ബലാത്കാരം ചെയ്യുന്നത് കണ്ടു എന്ന് പറയുന്ന ഒരു സാക്ഷിയുണ്ട് ഇവിടെ. എനിക്ക് വിശ്വാസം എന്ന് വെച്ചാൽ ഈ നാട്ടിലുള്ള അന്യ ആൾക്കാരൊന്നുമല്ല, ഈ നാട്ടിലുള്ളവർ തന്നെ അതിൻ്റെ കുറ്റവാളികൾ. മൃതശരീരം കണ്ടെത്തിയ തൊട്ടടുത്ത ദിവസം, അതായത് ഡിസംബർ 24-ന് പുലർച്ചെ 3:30 കട്ടച്ചൂളയ്ക്ക് തീപിടിച്ചു. രാവിലെ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഇതോടെ കട്ടച്ചൂളയിൽ നിന്നും തെളിവുകളൊന്നും പോലീസിന് കിട്ടില്ല എന്ന സാഹചര്യമുണ്ടായി. ചൂളപ്പരയ്ക്ക് തീ പിടിച്ച് കഴിഞ്ഞ് ഫയർഫോഴ്സ് വന്നതിന് ശേഷം അറിഞ്ഞ്. അതിനു മുമ്പ് അറിഞ്ഞില്ല. അതിനു മുമ്പ് അവിടെ യാതൊരു ബഹളമോ ഒരു വിളിച്ചുപോക്കോ യാതൊരു സംഭാഷണങ്ങളോ കേട്ടില്ല. 2-3 മണിയോടുകൂടി ഈ ചൂളപ്പരയ്ക്ക് തീ കത്തിച്ചിട്ട് ഫയർ എഞ്ചിൻ കൊണ്ടുവന്നിട്ട് തീ അണയ്ക്കാതെ അവർ തറ കഴുകി കളഞ്ഞായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ആ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചിട്ടില്ല. പിടിയിലായ 10 തൊഴിലാളികളിൽ 2 പേരാണ് കുറ്റം ചെയ്തതെന്ന് ഡിസംബർ 25-ന് പോലീസ് വിധിയെഴുതി. ഇവർ പറയുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണെന്നായിരുന്നു കുറ്റം ചാർത്താനുള്ള കാരണം. പശ്ചിമബംഗാൾ സ്വദേശി മെഹബൂൾ 1-ാം പ്രതിയും സുഹൃത്ത് ആഷിഖ് കേസിൽ 2-ാം പ്രതിയുമായി. ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുത്ത ആ സർക്കിൾ ഇൻസ്പെക്ടർ വളരെ കൗശലപൂർവ്വം വൃത്തികെട്ട രീതിയിൽ തെളിവുകൾ കൃത്രിമമായിട്ട് തന്നെ ചമയ്ക്കുകയാണ് ചെയ്തത്. മെഹബൂളിൻ്റെ ഷർട്ടിലെ ഒരു ബട്ടൺസ് സംഭവ സ്ഥലത്ത് കണ്ടെടുക്കുന്നു. മെഹബൂളിൻ്റെ തലയിലെ മുടി അവിടെ നിന്ന് കണ്ടെടുക്കുന്നു. ഇത്തരത്തിൽ വളരെ കൃത്രിമമായിട്ട് ചമയ്ക്കപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ മെഹബൂളിന് സെഷൻസ് കോടതി ഇങ്ങനെ ആ ശിക്ഷകനെ 20 വർഷത്തേക്ക് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പോലും പാടില്ലാതെ പരോള് പോലും കൊടുക്കാൻ പാടില്ല എന്ന അവസ്ഥയിലുള്ള ഒരു ശിക്ഷാവിധിയാണ് കൊടുത്തത്.
പോലീസ് കണ്ടെത്തിയ 2 പ്രതികളും യഥാർത്ഥ പ്രതികളല്ലെന്ന് കോടതി നടപടികളിലൂടെ വ്യക്തമായി. ശിക്ഷിക്കപ്പെട്ടവർ നിരപരാധികളാണെന്ന് വൈകി തെളിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ടും യഥാർത്ഥ പ്രതി നിയമത്തിന്റെ പിടിയിലായിട്ടില്ല. ലൈംഗിക പീഡനം ഉണ്ടായെങ്കിലും അതിലുൾപ്പെട്ടത് മെഹബൂളോ ആഷിക്കോ ആണെന്നതിന് ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല. വിജയലക്ഷ്മിയുടെ അച്ഛൻ കോടതിയിൽ നൽകിയ മൊഴിയും ഇവർക്ക് അനുകൂലമായിരുന്നു. ഇതോടെ 2011 കൊല്ലം സെഷൻസ് കോടതി 2ാം പ്രതി ആഷിഖിനെ നിരുപാധികം വിട്ടയച്ചു. ചെയ്യാത്ത തെറ്റിന് 5 വർഷം ശിക്ഷ അനുഭവിച്ച ആഷിഖ് എന്ന ചെറുപ്പക്കാരൻ ആരോടും പരാതി പറയാതെ പശ്ചിമ ബംഗാളിലേക്ക് തന്നെ മടങ്ങി. മെഹബൂളിനായി ഈ കാലയളവിലാണ് മനുഷ്യാവകാശ പ്രവർത്തകർ രംഗത്തെത്തിയത്. കേസ് ഹൈക്കോടതിയിലേക്ക് നീങ്ങി. 2015 കോടതി മെഹബൂളിന്റെയും നിരപരാധിത്വം അംഗീകരിച്ചു. 9 വർഷത്തെ ജയിൽ ജീവിതത്തിനു ശേഷം മെഹബൂളും അങ്ങനെ മോചിതനായി. അപ്പോഴും വിജയലക്ഷ്മിയെ ആരു കൊന്നു എന്ന ചോദ്യം കോടതിക്ക് മുന്നിലുണ്ടായിരുന്നു. ഇതിനായി ഹൈക്കോടതി കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചു. കിട്ടുന്നത് എന്തും തെളിവായി വാരിക്കൂട്ടി നിറയ്ക്കാവുന്നൊരു പഴഞ്ചാക്കായിട്ട് മാറുകയാണ് നമ്മുടെ സിസ്റ്റം. അവിടെ എന്ത് കിട്ടിയാലും, കച്ചിത്തുരുമ്പ് കിട്ടിയാലും അതെല്ലാം തെളിവുകളായിട്ട് വാരി കൊട്ടയിൽ നിറയ്ക്കുന്നു. അത്തരത്തിൽ ബാലിശമായ തെളിവുകൾ ആയിരുന്നു മെഹബൂളിനെതിരെ ഉണ്ടായത്. ഹൈക്കോടതി പ്രഖ്യാപിച്ച പുനരന്വേഷണവും ഇന്നും എങ്ങും എത്തിയിട്ടില്ല. കേസിൽ സംശയിക്കപ്പെടുന്നവരുടെ നുണപരിശോധന നടത്താമെന്നാണ് ഇപ്പോൾ പോലീസ് വാദിക്കുന്നത്. എന്നാൽ ഇതിനായുള്ള നടപടി ഇനിയും തുടങ്ങിയിട്ടില്ല. ഇപ്പം മെഹബൂൾ ഈ കേസിൽ ദൃക്സാക്ഷിയാണ്. അപ്പം മെഹബൂൾ പറയുന്ന തെളിവുകൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ നമുക്ക് ശിക്ഷിക്കാൻ കഴിയും. ഇപ്പോൾ ഉള്ള അന്വേഷണവും സത്യത്തിൽ എനിക്ക് സംശയമാണ്, ബലത്തെ സംശയം നിൽക്കുക. കാരണം നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കുമോ എന്ന് സംശയമുണ്ട്. അതിന് കാരണം കൊല്ലം ക്രൈംബ്രാഞ്ച് ഇത് അന്വേഷിച്ച കേസാണ്. അവിടുത്തെ തന്നെ ഉദ്യോഗസ്ഥർ വീണ്ടും ഈ കേസ് അന്വേഷിച്ച് തെളിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. മകളുടെ മരണത്തിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്ന ആവശ്യവുമായി ഒരച്ഛൻ ഇന്നും പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും കയറിയിറങ്ങുകയാണ്. ചെസ് ഏറ്റവും കൂടുതൽ പേര് ചെസ് കളിക്കുന്ന ഒരു ഗ്രാമമായിരുന്നു ചെസ് ഗ്രാമം. ജനസംഖ്യയുടെ 80% പേരും 80% പേരും ചെസ് കളിയിൽ പ്രാന്തന്മാരായിട്ടുള്ള ഒരു ഗ്രാമമുണ്ട് കേരളത്തിൽ. തൃശ്ശൂർ ജില്ലയിലെ മരോട്ടിച്ചാൽ ഗ്രാമമാണ് ഇത്. ഒരുപക്ഷെ ലോകത്തെ മറ്റൊരു ഗ്രാമത്തിനും കിട്ടാത്ത വിശേഷണമാണ് മരോട്ടിച്ചാലിന് കിട്ടിയത്. ചെസ് ഗ്രാമം. വെറുതെയല്ല, കളിച്ചു കിട്ടിയതാണ് ഈ പേര്. തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ പഞ്ചായത്തിലെ ഒരു മലയോര ഗ്രാമമാണ് മരോട്ടിച്ചാൽ. ഇവിടുത്തെ 80% പേർക്കും ചെസ് അറിയാമെന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായി തോന്നാം. പ്രായലിംഗഭേദമന്യേ ഇവരിങ്ങനെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കും. റോഡരികുകളിൽ, കലിങ്കുകളിൽ, കടത്തിണ്ണകളിൽ, വീടിന്റെ ഉമ്മറത്ത്. ഈ നാട്ടുകാരുടെ സംസ്കാരത്തിന്റെ കൂടി ഭാഗമായി മാറിയിരിക്കുകയാണ് ചെസ് കളി. ഇവിടെ ഈ ചെസ് കളിക്കുന്ന എല്ലാവരും തന്നെ, ആരും തന്നെ വലിയ വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഔന്നത്യമുള്ള ആളുകളൊന്നുമല്ല. ഒരു സാധാരണ ജനസഞ്ചയം മാത്രമാണ് ഇവിടെ ഉള്ളത്. ചെസ് ഏറ്റവും കൂടുതൽ പേര് ചെസ് കളിക്കുന്ന ഒരു ഗ്രാമമായിരുന്നു ചെസ് ഗ്രാമം. ജനസംഖ്യയുടെ 80% പേരും ചെസ് കളിക്കുന്നു. മറ്റു ഗ്രാമങ്ങളിലൊക്കെ 10-15 പേരോ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഗ്രാമത്തില്. 40 വർഷങ്ങൾക്ക് മുമ്പാണ് കുടിയേറ്റ ഗ്രാമമായ മരോട്ടിച്ചാലിലേക്ക് ചെസ് കുടിയേറിയത്. ഫുട്ബോളോ ക്രിക്കറ്റോ കളിക്കാനുള്ള സൗകര്യം അന്ന് ഈ മലയോരത്തുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ചെസ് കളിയായാൽ എന്തെന്നായി നാട്ടുകാരുടെ ചിന്ത. പിന്നെ പതുക്കെ ഓരോരുത്തരായി കരുക്കൾ നീക്കി തുടങ്ങി. സംഘടിത രൂപങ്ങളൊന്നുമില്ലാതെ ചെസ്സിന്റെ കറുപ്പും വെളുപ്പും മരോട്ടിച്ചാലിൽ ഒഴുകി. 2 വർഷം മുമ്പ് അതൊരു സംഘടിത രൂപമായി, സംഘടനയായി. മരോട്ടിച്ചാൽ ചെസ് അസോസിയേഷൻ. പിന്നെ പ്രവർത്തനം പ്രൊഫഷണലായി. 700-ലധികം മെമ്പർമാരുണ്ട് അസോസിയേഷനിൽ. കളിക്കാനുള്ള സൗകര്യം വളരെ കുറച്ച് മതിയല്ലോ, ഗ്രൗണ്ടിന്റെ ഇതിലേക്ക് തുടങ്ങി. പിന്നെ അത് വളരെ വ്യാപകമായിട്ട് രീതിയിലാണ് ബാധിച്ചത്. പിന്നെ ഞങ്ങൾ കുറച്ചാളുകൾ കൂടി ഇത് മൊത്തം നാട്ടിലാണ് കളി മൊത്തം പഠിപ്പിച്ചാലോ എന്നൊരു ചിന്ത വന്നു.
അപ്പോൾ ഞങ്ങൾ മെമ്പർഷിപ്പ് ക്യാമ്പ് നടത്തിയ ആ സമയത്തൊക്കെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വീട്ടിൽ ആകപ്പാടുകൊണ്ട് ചെറുതും വലുതുമായിട്ട് 9 അംഗങ്ങളേ ഉള്ളൂ. ആ 9 പേര് ഇതിന് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. മറ്റൊരു വീട്ടിലാണെങ്കിൽ 5 അംഗങ്ങളേ ഉള്ളൂ. ആ 5 അംഗങ്ങളും ഇതിനകത്തെടുത്തു. 2500 പേർക്ക് ഇവിടെ ചെസ് കളി അറിയാമെന്നാണ് കണക്ക്. പഴയ തലമുറ ഇതിന്റെ സാങ്കേതികത പഠിച്ചിട്ടല്ല കളിച്ചു തുടങ്ങിയത്, കളിച്ച് ശീലമായതാണ്. എന്നാൽ ഇപ്പോൾ കൂടുതൽ പ്രൊഫഷണലാക്കാനാണ് അസോസിയേഷന്റെ തീരുമാനം. ആകെയുള്ള 2 സ്കൂളിൽ ചെസ് പരിശീലിപ്പിക്കുന്നുമുണ്ട്. കൂടാതെ വീടുതോറും കയറി ചെസ് പഠിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള സ്കൂളിലും അമ്പലങ്ങള്, പള്ളികള്, പിന്നെ ഇതുപോലെ ചായക്കടകളുടെ മുമ്പിലൊക്കെ ചെസ് ബോർഡിൽ കൊണ്ടിട്ട് കൊടുത്ത് അവിടെ കളികൾ വ്യാപകമായി പഠിപ്പിച്ചു. വെച്ചാൽ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ വിവിധ സെന്റേഴ്സുകളിൽ ഞങ്ങൾ പോയി അവിടെ കുട്ടികളെ 10, 20, 30 ആളുകൾ വരും. കുട്ടികളും വരും, വലിയവരും വരും. അവരെയൊക്കെ ഞങ്ങൾ ഏകദേശം ചെസ് കളിയൊക്കെ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ ചെസ് ഗ്രാമമാക്കി മാറ്റുക എന്നുള്ളതാണ് എന്റെ പിന്നിലെ ഞങ്ങളുടെ ലക്ഷ്യം. അസോസിയേഷന്റെ ഭാഗമല്ലാത്തവരും ചെസ് കളിയിൽ കമ്പമുള്ളവരാണ്. ചെസ് വ്യാപിച്ചതോടെ നാട്ടിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ മാറിയെന്നും ഇവിടുത്തുകാർ പറയുന്നു. 1.5 കിലോമീറ്റർ ദൂരത്തിൽ 1000 പേർ ഒരുമിച്ച് ചെസ് കളിച്ചതോടെ ഏഷ്യൻ റെക്കോർഡ്സിലും ഇടം പിടിച്ചിട്ടുണ്ട് മരോട്ടിച്ചാൽ. ഇവിടുത്തുകാരുടെ ചെസ് പശ്ചാത്തലം സിനിമയ്ക്കും പ്രചോദനമായിട്ടുണ്ട്. ഓഗസ്റ്റ് ക്ലബ് എന്ന സിനിമയിൽ മരോട്ടിച്ചാൽ എന്ന ചെസ് ഗ്രാമം കടന്നുവന്നു. കണ്ടും കേട്ടറിഞ്ഞും നിരവധി പേർ ഇവിടെ കാണാനും കളിക്കുവാനും എത്തുന്നുണ്ട്. ഈ ലക്കം ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ 1-ൽ. നന്ദി, നമസ്കാരം.